ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയ നമ്മൾ എങ്ങനെ ഈ ട്രെയിനിൽ എത്തിയെന്നല്ലേ? അതെ ഗൈസ്, നമുക്കും KSRTC പണി തന്നിരിക്കുകയാണ്. വെറുതെ പണി തന്നെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അവന്മാർ നമുക്ക് ആശ നൽകി കാശ് മേടിച്ച് ആശ നൽകിയിട്ട് അവന്മാർ സീറ്റ് തന്നില്ലെന്നുള്ളത് വിഷമമായി വല്ലാത്ത വിഷമമായി. നമ്മുടെ 480 രൂപയാണ് പോയി കിട്ടിയത്. വീണ്ടും ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഇതേ സെയിം അവസ്ഥ. പിന്നെ ഒന്നും നോക്കില്ല, നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ പിടിച്ചു. ആ ടൈമിംഗ് എന്തായാലും നമ്മുടെ പക്കയായിരുന്നു കേട്ടോ. കറക്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ KSRTC രണ്ട് തെറിയും പറഞ്ഞുകൊണ്ടെങ്കിൽ സന്തോഷത്തോടെ ട്രെയിനെ കയറാനാണ്. ട്രെയിനെ കയറിയപ്പോഴാണെങ്കിൽ പക്ക ശോകം, ഒറ്റ മനുഷ്യല്ല, മിണ്ടാനും പറയാനും ആരില്ല. നമ്മളാണ് പക്ക ശവപ്പറവിയിരിക്കുന്ന അവസ്ഥ. രാവിലെ നമ്മൾ പറഞ്ഞ ആ ബിസ്ക്കറ്റ് ഇല്ല, ആ ബിസ്ക്കറ്റിൽ 2 കൂടി ബാക്കി ഉണ്ടായിരുന്നു. അതുകൂടി ഞാനും അച്ഛനോട് ഞങ്ങൾ ഇരുന്ന് കഴിച്ചു തീർന്നു. നമ്മൾ ബോറടി മാറ്റാൻ നിന്ന പോലെ കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ മലപ്പുറംകാർ കയറി വന്നിരിക്കുകയാണ്. ഇനി എന്നെ വേണം, ഇവര് മതി. ഇവരുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിൻ യാത്ര അടിപൊളിയായിരിക്കും. അവിടെ ഇരിക്കുന്നതിൽ ഒരാളൊഴിക്കും ബാക്കി എല്ലാവരും മഞ്ചേരിക്കുള്ളവരാണ്. എത്ര പെട്ടെന്ന് നമ്മൾ തിരുവല്ല നന്നായെന്ന് പോലും അറിഞ്ഞിട്ടില്ല, അതുപോലെ സമയം പോയി എന്നുള്ളത്. ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് വരുമോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല. എന്തായാലും നമ്മൾ കൈനീട്ടി അത് വാങ്ങിച്ചെന്നുള്ളതാണ്. സമയമാണെങ്കിൽ 12:40. രാവിലെ നമ്മൾ ട്രെയിൻ കിട്ടാൻ വേണ്ടി ഇച്ചിരി സ്പീഡിൽ വന്നുകൊണ്ട് നമ്മൾ പെട്രോൾ അടിക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയാൽ. കിട്ടിയപ്പോൾ എന്തായാലും നമുക്ക് രണ്ടും കൂടി ഒന്നിച്ച് കിട്ടി. ഇനിയിപ്പം മഴയത്ത് ഈ വണ്ടിയും തുതിക്കൊണ്ടാണ് തിരുവല്ലയ്ക്ക് പോയത്. മഴയത്ത് നണ്ടി ഒന്നി നല്ല ദേഷ്യം വന്നുകൊണ്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. നേരെ പെട്രോൾ പമ്പ് തിരുവല്ല എത്തി. നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് എത്തി എന്നുള്ളതാണ്. മഴ നനഞ്ഞ് നല്ല ദേഷ്യമായിപ്പോയി. ഞാൻ എന്നാ പോട്ടെ.